ഹേ എവരിവൺ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇലേട്ട് ഉണ്ടാക്കാം ഗായ്സ്. അപ്പോൾ ഇതാ ശർക്കര ഉണ്ട്, തേങ്ങ ഉണ്ട്, പിന്നെ നമ്മൾ കാര്യമായിട്ട് വേണ്ടത് മാവാണ്. ആ മാവ് കൊയ്ക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി എടുത്തിട്ടോ. പത്തിരിപ്പൊടിക്ക് ആവശ്യത്തിന് വേണ്ടി ചൂടുവെള്ളവും ഉപ്പും ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതിന് വേണ്ടി ഇലയൊക്കെ നമ്മൾ കെഗിങ്ങാണ്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇലയും ഒന്ന് വാട്ടിയെടുക്കുക. ഗ്യാസിൻ്റെ അടുപ്പ് വേഗം പെട്ടെന്ന് ആവട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ച തേങ്ങയിലേക്ക് ഇച്ചിരി ഏലക്ക, കരിഞ്ജീരകം ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്യട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇല എടുത്തിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ലോണം പ്രസ് ചെയ്തിങ്ങാണ്ട് അതിലാക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ച ശർക്കര പ്ലസ് തേങ്ങ അല്ലേ, അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിങ്ങാണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗം കൂടി കൂട്ടിയിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് വരാത്ത കോലത്തിലാക്കി കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഒരു ഇഡ്ഡലി ചെമ്പൊക്കെ എടുത്തുങ്ങാണ്ട് അതിലേക്ക് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള എല്ലാം അതിൽ വെച്ച് കൊടുത്തിട്ട് മൂടിയൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് ആവി വരുമ്പോൾ നമ്മൾ എന്താക്കുക, ഒന്ന് എടുത്ത് നോക്കുക വെന്തിടണമെന്ന്. അപ്പോൾ വെന്തിടുന്ന് കാണുമ്പോൾ നമുക്ക് എടുക്കട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല ഇലയുടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ കുടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.